ജർമ്മനിയിലെ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെയും ഡാഡിൻ്റെയും കണക്കുകൾ പ്രകാരം 2021 ഏകദേശം 28,000 ഇന്ത്യൻ സ്റ്റുഡൻസാണ് ജർമ്മനിയിൽ പഠിക്കാനായിട്ട് പോയിട്ടുള്ളത്. 2022 ആയപ്പോഴത്തേക്കും ഈ നമ്പർ 33,000 ആയി. ഇത് മാത്രമല്ല, ജർമ്മനിയിൽ പഠിക്കുന്ന ടോട്ടൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ 33%, അതായത് 1/3 ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. ഈ കണക്കുകളിൽ നിന്നും എവിഡൻ്റ് ആണ് ജർമ്മനി ഇന്ത്യൻ സ്റ്റുഡൻസിന് വളരെ ഫേവറേറ്റ് ആയിട്ടൊരു സ്റ്റഡി ഡെസ്റ്റിനേഷനാണ്. സോ ബിഫോർ ഗോയിങ് ഫർദർ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബി റെഡി വിത്ത് യുവർ പെൻ ആൻഡ് പേപ്പർ. സോ സ്റ്റാർട്ടിങ് വിത്ത് വൈ ജർമ്മനി. എന്തുകൊണ്ട് ജർമ്മനി? ഫസ്റ്റ് അതിനുള്ള റീസൺ തന്നെ ജർമ്മനിയിലെ ലോ കോസ്റ്റ് എന്നാൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് തന്നെ, അതായത് ഫുള്ളി ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിത്ത് സ്റ്റൈഫൻഡോട് കൂടി ഫുള്ളി ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെറിയ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ കൊടുത്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അപ് ടു ഒരു 10,000 euro ഒക്കെ ഇയർലി ഫീസ് വെച്ച് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഏതൊക്കെ രീതിയിൽ അഫോർഡബിൾ ആവാമോ ആ രീതിയിലുള്ള എല്ലാ എഡ്യൂക്കേഷനും എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്വാളിറ്റിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസിൽ ടോപ്പ് 5 തന്നെ ജർമ്മനിയുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ നെക്സ്റ്റ് പോയിന്റ്, എന്തുകൊണ്ട് ജർമ്മനി എന്നുള്ളതിൻ്റെ അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസും PR പോസിബിലിറ്റീസുമാണ്. ജർമ്മനി നമുക്കറിയാം ലോകത്തിലെ 3rd ലാർജസ്റ്റ് എക്കണോമിയാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആയിട്ടുള്ള ഓഡി, BMW, പോർഷെ, സീമെൻസ്, ഫോക്സ്വാഗൻ എന്ന് തുടങ്ങി ഒത്തിരി ടെക്കും ഈവൻ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലും ജർമ്മനി അതിൻ്റെ പീക്കിൽ തന്നെയാണുള്ളത്. സോ ഇതൊക്കെ തന്നെയാണ് ജർമ്മനി ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ മനസ്സിൽ എന്നും ഒരു ടോപ്പ് പ്രയോറിറ്റി ഡെസ്റ്റിനേഷൻ ആയിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ. ഈ വീഡിയോയിൽ നമ്മൾ ജർമ്മനി ആസ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് A to Z കാര്യങ്ങളാണ് അൺബയാസ്ഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പോയിന്റ് നമ്പർ 2, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ജർമ്മനി. ജനറലി ജർമ്മനിയിൽ 13 years ഓഫ് എഡ്യൂക്കേഷൻ ശേഷമാണ് ഒരു 3 to 4 year ഡ്യൂറേഷനുള്ള ബാച്ചിലേഴ്സിന് സ്റ്റുഡൻസിന് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 1 to 2 year ഡ്യൂറേഷനുള്ള മാസ്റ്റേഴ്സ്, ദെൻ അതിനുശേഷം PhDs. ആ ഒരു ഫോർമാറ്റിലാണ് ജനറലി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നത്. ഓൺ എ ബ്രോഡർ ലെവൽ ജർമ്മനി 4 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. ഫസ്റ്റ്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, സ്കൂളും റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാംസ് ആണ് അവിടെയുള്ളത്. നെക്സ്റ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ്, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ആണ് അവിടെയുള്ളത്. തേർഡ് കാറ്റഗറി, കോളേജ് ഓഫ് ആർട്സ്, മ്യൂസിക്, ഫിലിം, പേര് പോലെ തന്നെ ആ ഒരു സെഗ്മെന്റിലുള്ള പ്രോഗ്രാംസ് ആണ് അവിടെ ഉണ്ടാവുക. ദെൻ ഫോർത്ത് കാറ്റഗറി, വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് നമ്മുടെ നാട്ടിലെ ഡിപ്ലോമ അല്ലെ ITI അതുപോലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും ഉണ്ടാകുക. അത് എൻ്റയർലി വേറിട്ടൊരു കാറ്റഗറിയാണ്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഇന്ന് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ ഫസ്റ്റ് 3 കാറ്റഗറീസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആയിരിക്കും ഉണ്ടാവുക. പോയിന്റ് നമ്പർ 3, ഇൻടേക്സ് ഇൻ ജർമ്മനി. ജനറലി ജർമ്മനിയിൽ 2 ഇൻടേക്സ് ആണ് വരുന്നത്. അത് വിൻ്റർ ഇൻടേക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബറും സമ്മർ ഇൻടേക്ക് ഒരു മാർച്ച് ഏപ്രിൽ ടൈമുമായിട്ടാണ് വരുന്നത്. ഐഡിയലി അതിനൊരു 6 months എങ്കിലും മുമ്പ് തൊട്ട് അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഡെഡ് ലൈനുള്ളിൽ. പോയിന്റ് നമ്പർ 4, എൻട്രി റിക്വയർമെന്റ് ആൻഡ് ഫീസ്. നമുക്ക് ബാച്ചിലേഴ്സിൻ്റെ എൻട്രി റിക്വയർമെന്റ്സിലേക്ക് ഒന്ന് പോകാം. ജനറലി ബാച്ചിലേഴ്സ് ഒരു പ്രോഗ്രാമിന് 60% മാർക്കാണ് റിക്വയർഡ്. ബട്ട് നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മജോറിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റീസും 13 years ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവർ പ്രൈമറി റിക്വയർമെൻ്റ് ആയിട്ട് തന്നെ പറയുന്നത്. എങ്ങനെ നമുക്ക് 13 years ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ കാണിക്കാൻ വേണ്ടി പറ്റും? അതിന് ഫസ്റ്റ് ഓപ്ഷൻ, നമുക്ക് 12th ശേഷം ഡിഗ്രി ഫസ്റ്റ് ഇയർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പഠിച്ചതിൻ്റെ മാർക്ക് ഷീറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ, 12th ശേഷം ജർമ്മനിയിൽ തന്നെ ഒരു 1 year ഫൗണ്ടേഷൻ പ്രോഗ്രാം, സ്റ്റുഡൻറ് ഗലോഗ് എന്നാണ് അതിന് പേര് പറയുന്നത്, അതിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ 2 രീതിയിലുള്ള ആപ്ലിക്കേഷനും നമുക്കൊരു ടെസ്റ്റാസ് എന്ന് പേരുള്ള ഒരു സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാൻഡേറ്ററി ആണ്. സോ ഈ ഒരു റൂട്ട് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ജനറലി വിത്തൗട്ട് ഫീസ് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം, മജോറിറ്റി സ്റ്റുഡൻസിൻ്റെ കൺഫ്യൂഷനാണ് ജർമ്മനിയിൽ ഈ ബാച്ചിലേഴ്സ് ലെവലിൽ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ എന്നുള്ളത്. അതിനുള്ള സിമ്പിളായിട്ട് ഉത്തരം, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രോഗ്രാമുണ്ട്, ജർമ്മൻ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമുണ്ട്, ഇനി കമ്പൈൻഡ് ആയിട്ടുള്ളതും പ്രോഗ്രാമുണ്ട്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS ആണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്.
6 to 6.5 സ്കോർ വേണം. ജർമ്മൻ ടോട്ട് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ B1 ഓർ B2 ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോഗ്രാം റിക്വയർമെൻറ്റ്. ഇനിയിപ്പോൾ ചില പ്രോഗ്രാം ഇംഗ്ലീഷ് ടോട്ട് ആയിരിക്കും, ബട്ട് ഒരു A1 A2 ലെവലെങ്കിലും ജർമ്മൻ റിക്വയർമെൻറ്റും അതിനോടൊപ്പം ചോദിക്കുന്നതും ഉണ്ട്. സോ ഇതാണ് ബാച്ചിലേഴ്സ് ലെവലിലുള്ള എൻട്രി റിക്വയർമെൻറ്റ്. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മിക്കവാറും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ 12 years ഓഫ് എഡ്യൂക്കേഷൻ അക്സെപ്റ്റഡ് ആണ്. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് ചില യൂണിവേഴ്സിറ്റീസിൽ ടെസ്റ്റാസിൻ്റെ വേവർ കിട്ടും, ബട്ട് മിക്ക യൂണിവേഴ്സിറ്റീസിലും ടെസ്റ്റാസ് മാൻഡേറ്ററി ആണ്. സോ എലോങ് വിത്ത് IELTS സ്കോർ വി ക്യാൻ അപ്ലൈ ഫോർ ബാച്ചിലർ പ്രോഗ്രാംസ്. ബാച്ചിലർ പ്രോഗ്രാമിൻ്റെ ഫീസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ സെമസ്റ്റർ കോൺട്രിബ്യൂഷനായിട്ടാണ് ഏകദേശം ഒരു 200 to 400 euro വരുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അറൗണ്ട് 8,000 euro ടു ഒരു 14,000 euro ആണ് ഫീസ്, ഇയർലി ഫീസ് വരുന്നത്. എൻട്രി റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫീസ് ഇൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാം. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഒരു 200 to ഒരു 500 euro സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ മാത്രമേ ഫീസായിട്ട് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസിൻ്റെ എണ്ണം ഹ്യൂജ് ആണ്. സോ അറ്റ്ലീസ്റ്റ് ഒരു 70% ആൻഡ് എബവ്, ഹയർ ദ പെർസെൻറ്റേജ് അത്രയും നമുക്ക് ചാൻസ് കൂടുതലാണ് ഉണ്ടെങ്കിലേ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെ എയറോനോട്ടിക്കൽ, ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഫീൽഡിൽ പോകുന്നെങ്കിൽ GRE സ്കോറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സോ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ ഫീസിനെ പറ്റി പറഞ്ഞു. ഇനി പ്രൈവറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9,000 to 15,000 ആണ് ഇയർലി ഫീസ് വരുന്നത്. ഈ രണ്ട്, അതായത് പ്രൈവറ്റിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും IELTS സ്കോർ അറൗണ്ട് 6 to 6.5, മിക്കയിടത്തും 6.5 മാൻഡേറ്ററി ആണ്. പോയിന്റ് നമ്പർ 5, അഡ്മിഷൻ പ്രോസസ്സ്. അഡ്മിഷൻ പ്രോസസ്സിന് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യുകയാണ് വേണ്ടത്. മിക്ക പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും അറൗണ്ട് ഒരു 20 euro to 80 euro വരെ ആപ്ലിക്കേഷൻ ഫീസ് അവർ ഈടാക്കാറുണ്ട്. എന്നാൽ ഫ്രീ ആയിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ മിക്കയിടത്തും ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവാറില്ല. സോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇത് ജർമ്മനിയുടെ ഒരു പ്രത്യേകതയാണ്, അപ്ലൈ ചെയ്യുമ്പോൾ യു ഷുഡ് അപ്ലൈ വിത്ത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതായത് ലാസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് അവൈറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ IELTS സ്കോർ എക്സാം എഴുതിയിട്ടുണ്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജർമ്മനിയിൽ വിത്ത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, അത് അക്കാഡമിക് ഡോക്യുമെൻറ്റ്സും IELTS ഡോക്യുമെൻറ്റ്സും വെച്ച് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. വൺസ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഫോർ ദ ഓഫർ. അതിനിടയ്ക്ക് വേറെ ടെസ്റ്റുകളോ ഇൻ്റർവ്യൂയോ ഒന്നും തന്നെ ഇല്ല. സം യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ചിലപ്പം 2 to 4 months വരെ ടൈം എടുക്കുന്നതുകൊണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 1 to 2 weeksനുള്ളിൽ തന്നെ നമുക്ക് റിവേർട്ട് വരുന്നതാണ്. സോ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഒരു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ബൈ വേ ഓഫ് ഇമെയിൽ റിപ്ലൈ കൊടുക്കുക, ഓഫർ അക്സെപ്റ്റ് ചെയ്യുക. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിനിമം ഡെപ്പോസിറ്റ്, നോർമലി ഇറ്റ് ഈസ് അറൗണ്ട് 1,000 to ഒരു 2,000 euro ആണ് വരുന്നത്. ആ ഒരു പേയ്മെൻറ്റ് അടച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് സീറ്റ് കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പോയിന്റ് നമ്പർ 6, വിസ പ്രോസസ്സ്. പാസ്പോർട്ട്, റെസ്യൂമെ, അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ്. അതോടൊപ്പം ജർമ്മനിക്ക് വേണ്ട മേജറായിട്ടുള്ള 2 വിസ ഡോക്യുമെൻറ്റ്സ് ആണ്. ഒന്ന്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കാണ് ആപ്ലിക്കേഷൻ എങ്കിൽ ഫസ്റ്റ് ഇയർ ഫുൾ ഫീസ് അടച്ചതിന് റെസിപ്റ്റ്. ഇനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ആണെങ്കിലും മതി. ദെൻ സെക്കൻഡ്, ബ്ലോക്ക്ഡ് മണി. അതായത് ജർമ്മനിയിൽ 1 year ലിവിങ് എക്സ്പെൻസിനായിട്ടുള്ള 11,208 euro, അതായത് ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം വരും. ഇത് ജർമ്മനിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ബ്ലോക്ക്ഡ് മണിയായിട്ട് ഇട്ട് വെച്ചേക്കണം. അത് നമുക്ക് മന്ത്ലി ഈക്വൽ സ്പ്ലിറ്റ് ആയിട്ട് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. സോ ഇത് 2 എണ്ണമാണ് മാൻഡേറ്ററി ആയിട്ടുള്ള സ്പെഷ്യൽ ജർമ്മനി വേണ്ടിയുള്ള കണ്ടീഷൻ. ദെൻ അഗെയിൻ ജർമ്മനിക്ക് വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. നമ്മൾ ജർമ്മൻ യൂണിവേഴ്സിറ്റീസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് അല്ലേ ഉള്ളതെന്ന്. അങ്ങനെയല്ല, ജർമ്മനിയിൽ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കുറച്ച്. സോ അവിടെ അത് ബാധകമല്ല. ജർമ്മൻ യൂണിവേഴ്സിറ്റീസിൽ APS എന്നൊരു വെരിഫിക്കേഷനും ബാധകമാണ്. സോ എന്തിനാണ് ഈ APS ഇംപ്ലിമെൻറ്റ് ചെയ്തത്? അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള അവരുടെ കണ്ടെത്തൽ, അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏകദേശം 15% ഡോക്യുമെൻറ്റ്സ് ഫേക്കാണ് അവർ കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് കാനഡയിലെ വെസ് ഇവാലുവേഷൻ പോലെ തന്നെ നമ്മുടെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സിൻ്റെ ജെന്യുവിനിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്
APS. അതിന് ഏകദേശം 18,000 ഇന്ത്യൻ റുപ്പീസ് ആണ് വരുന്നത്. സോ ഈ APSന്റെ പ്രോസസ്സിന് അറൗണ്ട് ഒരു 2 months ടു ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 5 month ഒക്കെ വരെ ടൈം എടുക്കുന്നുണ്ട്. ചില കേസിൽ അത് പെട്ടെന്നും കിട്ടാം. സോ APS കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പ്രൂഫും വിസ ഡോക്യുമെന്റ്സിൻ്റെ കൂടെ വെക്കേണ്ടത് മാൻഡേറ്ററി ആണ് ഫോർ ജർമ്മൻ യൂണിവേഴ്സിറ്റീസ്. സോ വിത്ത് APS ആണ് നമ്മുടെ വിസ സബ്മിഷൻ എങ്കിൽ VFS സബ്മിഷൻ ആണ്, അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് APS ആണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഹൈക്കമ്മീഷനിലായിരിക്കും നമ്മുടെ വിസ സബ്മിഷൻ നടക്കുന്നത്. വൺസ് സബ്മിഷൻ കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് 30 days ആണ് വിസ ടേൺ അറൗണ്ട് ടൈം ജർമ്മനിക്ക് വരുന്നത്. പോയിന്റ് നമ്പർ 7, പാർട്ട് ടൈം ജോബ്സ്, സ്റ്റേ ബാക്ക് ആൻഡ് PR ഇൻ ജർമ്മനി. പാർട്ട് ടൈം ജോബ്സ് ജർമ്മനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്നുകിൽ 120 days ഫുള്ളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബീങ് ഇൻ എ സ്റ്റുഡൻറ്റ് വിസ, ഓർ എൽസ് 240 days ഹാഫ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് സ്റ്റേ ബാക്ക്. ജർമ്മനിയിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പഠിക്കുന്ന സ്റ്റുഡൻസിന് 1.5 വർഷം 18 മാസമാണ് സ്റ്റേ ബാക്ക് ആയിട്ട് കിട്ടുക. ദെൻ PR, ജർമ്മനിയിൽ PR അതായത് കണ്ടിന്യൂസ് ഒരു 3 years ടാക്സ് പേയിങ് ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് B1 ലാംഗ്വേജ് കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് PRന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.